ആസിഡിറ്റി, നെഞ്ചെരിച്ചൽ, കോൺസ്റ്റിപ്പേഷൻ, നിത്യജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകൾ നമ്മൾ നിസ്സാരമായി കാണേണ്ടതാണോ? അല്ല. നമ്മുടെ ആരോഗ്യത്തിന്റെ പ്രൈമറി ഇമ്പോർട്ടൻസ് ആണ് മലശോധനം നന്നായിട്ട് വരിക എന്നുള്ളത്. കൃത്യമായിട്ട് ആഹാരം കൃത്യസമയത്ത് കഴിക്കാതിരിക്കുക, കൃത്യസമയത്ത് ഉറങ്ങാതിരിക്കുക, എരിവും പുളിയുള്ള ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുക, അതേപോലെ കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, പെപ്സി, കൊക്കോകോള, അതേപോലെ ഡ്രിങ്ക്സ് ആയിട്ട് എടുക്കുന്നത്, ഇതൊക്കെ ആസിഡിറ്റിയും നെഞ്ചെരിച്ചിലൊക്കെ കൂടാനുള്ള കാരണങ്ങളാണ്. ഇത് മാത്രമല്ല, മധുര ആയിട്ടുള്ള ആഹാരങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ബേക്കറി ഐറ്റംസ്, അങ്ങനെ ബിസ്ക്കറ്റ്, ബ്രൗണീസ്, ബർഗേഴ്സ്, അതേപോലത്തെ ജങ്ക് ഫുഡ്, ഇതും കോൺസ്റ്റിപ്പേഷന് ഒരു കാരണമാണ്. മിതമായ രീതിയിലുള്ള ആഹാരമാണ് നമ്മൾ കഴിക്കേണ്ടത്. എല്ലാ രസങ്ങളും അടങ്ങിയിട്ടുള്ള ആഹാരമാണ് ആയുർവേദം നിർദ്ദേശിച്ചിരിക്കുന്നത്. ആസിഡിറ്റി, ഗ്യാസ് ട്രബിൾ, കോൺസ്റ്റിപ്പേഷൻ ഒക്കെ നമ്മൾ അവഗണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റ് രോഗങ്ങളിലോട്ട് പടരുകയും ചെയ്യും. പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അങ്ങനത്തെയൊക്കെയുള്ള കണ്ടീഷൻസ്. അപ്പം ഒരിക്കലും ഇതേപോലത്തെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അവഗണിക്കരുത്. എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ട് അതിനുള്ള പരിഹാരം നമ്മൾ തേടേണ്ടത് തന്നെയാണ്.